ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് ഓണം സീരീസിലെ അടുത്തൊരു വിഭവം ഉണ്ടാക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മത്തനും പയറും കൂടിയുള്ളൊരു ഓലനാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ പയർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത്. തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പയറാണിത്. അപ്പോൾ അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു പകുതി മുക്കാൽ വേവ് നമ്മൾ വേവിച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം മത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സദ്യയിൽ കാണാറ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇവിടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന മത്തൻ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകാണ്, അത് നടുവ് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പയർ ഓൾറെഡി നമ്മളൊരു മുക്കാൽ വേവ് വേവിച്ച് വെച്ചതാണ്. ഇനി മത്തനാണ് ഇതിൽ വേവേണ്ടത്. അപ്പോൾ അതും ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 മുടി തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. 2ാം പാലും ഉണ്ടാക്കിയിട്ടുണ്ട്, 1ാം പാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് നമ്മൾ 2ാം പാലാണ് ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി വെന്ത് വരണം. മത്തനും പയറും തേങ്ങാപ്പാലും ഒക്കെ കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 1ാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് തിള വരേണ്ട ആവശ്യമില്ല. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ പയർ ഓലൻ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചാൽ നമ്മുടെ മത്തൻ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഓണം സീരീസ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.